ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാല്ലേ. അങ്ങനെ ചന്ദ്ര പ്രാഗി കൊന്നുകൊണ്ടേ ഇരിക്കുകയാണ് രേവതിനെ. രേവതിക്ക് എടുത്ത മാല, വള, ഡ്രസ്സ് ഇതൊക്കെ കണ്ടിട്ട് വളരെയധികം അസ്വസ്ഥതയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ രേവതീനെ കണ്ടതും രേവതീനെ അങ്ങോട്ട് പ്രാഗി ഇല്ലാതാക്കുന്നതും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പം രേവതിയുടെ തന്നെ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയാണ്. താൻ ഇനി രാശിയില്ലാത്തവളാണോ, താൻ ഈ വീട്ടിൽ കയറി വന്നതുകൊണ്ടാണോ ഇത്രയധികം പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത് എന്ന ആ ഒരു ചിന്തയൊക്കെ തന്നെയാണ് നമ്മുടെ രേവതിയുടെ മനസ്സിൽ കയറി പറ്റുന്നത്. അങ്ങനെ ഏതായാലും നമ്മുടെ രേവതി വളരെ വിഷമത്തോട് നിൽക്കുന്ന ആ ഒരു സീനാണല്ലോ നമ്മൾ ലാസ്റ്റായിട്ട് കണ്ടത്. ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ശ്രുതിയുടെ അമ്മേനെയും കുട്ടീനെയാണ്. അങ്ങനെ ശ്രുതി നേരം വെളുത്തു എണീറ്റു. അവരൊക്കെ ഏതായാലും പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ കുട്ടി ഡ്രസ്സ് ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുട്ടിക്ക് ഭയങ്കര പിടിവാശി. നമ്മുടെ ശ്രുതിയുടെ കുട്ടിക്കാണ് കേട്ടോ, ആദിക്ക് ഭയങ്കര പിടിവാശി. ആൻറ്റി എനിക്ക് ഡ്രസ്സ് ഇട്ട് താ ആൻറ്റി, പ്ലീസ് ആൻറ്റി ഇട്ട് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഇങ്ങനെ ചിത്താന്തപ്പെടുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മീര പറഞ്ഞു, എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, എടി നിൻ്റെ മോനല്ലേടി, ഒന്ന് ഡ്രസ്സ് ഇട്ട് കൊടുക്ക്, അവൻ്റെ ഒരു ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞപ്പോൾ, എടി നീ പതുക്കെ പറയുന്നുണ്ടോ, കൊച്ചി ഇതൊക്കെ കേൾക്കുന്നു പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതി. എന്നിട്ടും നമ്മുടെ ശ്രുതി കുട്ടിക്ക് ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഏതായാലും കുട്ടിക്ക് സന്തോഷമായി ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും അപ്പോൾ കുട്ടി പറയുക, അതെ ആൻറ്റി ഒരു ദിവസം എൻ്റെ സ്കൂളിൽ വരുമോ? അതെന്തിനാ മോൻ്റെ സ്കൂളിൽ വരുന്നത്? അത് വേറെ ഒന്നിനുമല്ല, എൻ്റെ കൂട്ടുകാരുടെ അമ്മയും അച്ഛനും ഒക്കെ വരും സ്കൂളിൽ. പക്ഷേ എനിക്കങ്ങനെ ആരും ഇല്ലല്ലോ വരാൻ. അവരെപ്പോഴും എന്നോട് പറയും നിനക്ക് അച്ഛനും അമ്മയും ഇല്ലെന്നൊക്കെ. അപ്പോൾ ആൻറ്റി വരികയാണെങ്കിൽ എനിക്ക് ആൻറ്റി ഉണ്ടെന്ന് കാണിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഇത് സത്യം പറഞ്ഞാൽ കേട്ടപ്പം നമ്മുടെ തൊട്ടടുത്ത് നിന്ന കൂട്ടുകാരിയായ മീരയുടെ മനസ്സ് വരെ ഒന്ന് അലിഞ്ഞു പോയിട്ടോ. കാരണം ഇത് കേൾക്കുമ്പോൾ നമുക്കും വിഷമം തോന്നും. ആ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ, സ്വന്തം അമ്മ കൺമുമ്പിൽ ഉണ്ടായിട്ടും അമ്മയില്ലാത്ത കുഞ്ഞായിട്ട് വളരുന്ന ആ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. എവിടെന്ന് നമ്മുടെ ശ്രുതി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും, മോൻ്റെ സ്കൂളിലെ ഞാൻ ഒരു ദിവസം വരാം. അല്ല മോൻ പഠിക്കുന്നുണ്ടോ നന്നായിട്ട്? ആൻറ്റി ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. മോൻ നന്നായിട്ട് പഠിക്കണം, പഠിച്ച് നല്ല ജോലിയൊക്കെ മേടിക്കണം. ആൻറ്റി ഞാൻ നല്ല ജോലിയൊക്കെ മേടിച്ചിട്ട് ആൻറ്റീനെ നോക്കാട്ടോ, അതുപോലെ ഞാൻ എൻ്റെ മുത്തശ്ശീനെ നോക്കൂലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ കുട്ടി. ഏതായാലും ഈ സമയം നമ്മുടെ ശ്രുതിയുടെ അമ്മ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, എങ്കിൽ പിന്നെ അമ്മയും മോനും കൂടെ പൊക്കോ, നിങ്ങൾ രണ്ട് പേർക്കും കൂടെ പോകാൻ ഞാൻ ഓട്ടോ വിളിച്ച് തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല നീ വരുന്നില്ലേ? ഹേയ് ഞാൻ വരുന്നില്ല, ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് വന്നുകൊണ്ടിരുന്ന സമയം പോകും. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ശ്രുതിയുടെ വീട്ടിൽ എന്തോ ചടങ്ങൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് അവിടെ വരെ എനിക്ക് പോയേ പറ്റൂ, അവിടെ വരെ ചെല്ലണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോകണം. നിങ്ങൾ ഓട്ടോയിൽ കയറി പൊക്കോ, ഞാൻ ഏതായാലും ഒരു ഓട്ടോ വിളിച്ച് തരാം, ബസ് സ്റ്റോപ്പ് വരെ ഓട്ടോയ്ക്ക് പൊക്കോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു, ഓക്കെ ശരി മോളെ, എങ്കിൽ ഏതായാലും മോളെ വിവാഹത്തിന് മുമ്പ് ഒന്നും കൂടി ഒന്ന് കാണാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, എങ്കിൽ പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യുക, അമ്മേനെ എനിക്കിനി വിവാഹം കഴിഞ്ഞല്ലേ കാണാൻ പറ്റത്തുള്ളൂ, വിവാഹ സമയത്ത് അമ്മയുടെ അനുഗ്രഹം മേടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അമ്മ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാലിൽ അങ്ങോട്ട് വീണു. അപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറഞ്ഞു, അതൊന്നും സാരമില്ല മോളെ, എൻ്റെ എല്ലാ അനുഗ്രഹവും മോളുടെ കൂടെ ഉണ്ടല്ലോ, മോള് നന്നായിട്ട് ജീവിക്കുന്നത് കാണാനാണ് ഈ അമ്മയ്ക്ക് ആഗ്രഹം, അതുമാത്രമേ ഉള്ളൂ ഈ ഒരു കിളവിയുടെ ആഗ്രഹം എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ മോന്, അവന് എൻ്റെ കാലം കഴിഞ്ഞാൽ ദേ അമ്മ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കരുത്, ഇപ്പോഴേ ഞാൻ വളരെയധികം വിഷമത്തിലാണ്, എൻ്റെ മനസ്സിൽ വല്ലാത്ത വേദനയൊക്കെ ഉണ്ട്, വിവാഹം കഴിയുന്നവരെ ഒരു പെടച്ചില്ല, അതുകൊണ്ട് അമ്മ ഇതിനെക്കുറിച്ചൊന്നും എന്നോട് സംസാരിക്കാതിരിക്കുക, അമ്മ ഒരു കാര്യം ചെയ്യുക, അമ്മ ഇപ്പോൾ പൊക്കോ, ഇപ്പം തന്നെ ഓട്ടോ വരുമെന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ ശ്രുതി ആണെങ്കിൽ ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്തായിക്കോട്ടെ നമ്മുടെ ഭാമ വീട്ടിലെത്തിയിട്ടോ. ഭാമ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ചന്ദ്ര ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അപ്പം ഭാമ പറഞ്ഞു, ഇതെന്താടി ചന്ദ്ര, നീ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത്? ഇന്നിവിടെ വലിയൊരു ചടങ്ങ് നടക്കാൻ പോവല്ലേ, ഭക്ഷണം ഉണ്ടാക്കണം, അതുപോലെ തന്നെ ഇവിടെ അലങ്കരിക്കുകയൊക്കെ ചെയ്യണ്ടേ? പിന്നെ ഒരു ചടങ്ങ് പോലും ചടങ്ങ്,
എനിക്കൊന്നും പറ്റില്ല. അവളുടെ താലിമാറ്റൽ ചടങ്ങാണ് പോലും. അതിനൊന്നുമേ എന്നെ കിട്ടത്തില്ല. അവൾ വേണമെങ്കിൽ തന്നെ കിടന്ന് പണിയട്ടെ. ഷോ, എന്തൊരു കഷ്ടവാടി. നിന്റെ മരുമകളല്ലേ. ദേ ഭാമേ, നീ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത്. ഇവിടെ എൻ്റെ കെട്ടിയോനും എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്താൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാ, എനിക്ക് പറ്റില്ല. അവളെ എൻ്റെ മരുമകളായിട്ട് ഞാൻ ഇതുവരെ അംഗീകരിച്ചിട്ടുമില്ല. അവളുടെ ഒരു കാര്യം ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല എനിക്ക്. അതുകൊണ്ട് ദേ നീ മാറി പോകാൻ നോക്കാൻ പറഞ്ഞു. അപ്പം ഭാമ പറഞ്ഞു, എല്ലാം നിൻ്റെ ഇഷ്ടം, ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അല്ല, ഒരു വീടാകുമ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിഞ്ഞ് ജീവിക്കണമല്ലോ. എൻ്റെ അവസ്ഥ അറിയാമല്ലോ നിനക്ക്. ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നീ ഒറ്റയ്ക്കാ, പക്ഷേ അതുപോലെ ഞാനാവില്ല. എൻ്റെ മരുമകളെ, കയറി വരാൻ പോകുന്ന മരുമകൾ, അവളെക്കുറിച്ച് നിനക്കറിയില്ല. അവൾ സ്നേഹമുള്ളവളാ. അവളെന്നെ പൊന്നു പോലെ നോക്കും. അതുപോലെ എൻ്റെ സുതിമോനും എന്നെ പൊന്നു പോലെ നോക്കും. നിൻ്റെ അവസ്ഥയൊന്നും എനിക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഭീമ്പൊക്കെ ഇളക്കി ഇങ്ങനെ നമ്മുടെ ചന്ദ്ര ഇരിക്കുകയാണ്. ഈ സമയത്തായിക്കോട്ടെ നമ്മുടെ ശ്രുതിയുടെ മോനും അമ്മയും കൂടെ പോയ ആ ഒരു ഓട്ടോയ്ക്ക് എന്തോ പ്രശ്നം പറ്റിയിട്ട് ആ ഒരു ഓട്ടോക്കാരൻ പറഞ്ഞു, അയ്യോ അമ്മേ, എൻ്റെ ഓട്ടോയ്ക്ക് എന്തോ ചെറിയ പ്രശ്നമുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പോൾ ഇത് മുന്നോട്ടേക്ക് പോകുമെന്ന് തോന്നുന്നില്ല. ബ്രേക്കിന് എന്തോ പ്രശ്നമാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. വേണമെങ്കിൽ ഞാൻ വേറെ ഓട്ടോ വിളിച്ച് വിടാം. അല്ലെങ്കിൽ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു വളവേ ഉള്ളൂ. നിങ്ങൾക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ബസ് സ്റ്റോപ്പിൽ എത്തുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു, കുഴപ്പമില്ല, ഞങ്ങൾ നടന്ന് പൊക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടിയോട് പറഞ്ഞു, എങ്കിൽ ബാ മോനെ നമുക്ക് പോകാം, നമുക്ക് നടന്ന് പോകാമെന്ന് പറഞ്ഞപ്പോൾ, അയ്യോ വേണ്ട അമ്മ, എനിക്ക് നടക്കാൻ വയ്യ മുത്തശ്ശി ഒരു കാര്യം ചെയ്യും മുത്തശ്ശി, വണ്ടിക്ക് പോകാമെന്ന് പറഞ്ഞപ്പം, ദേ ഈ തൊട്ടടുത്ത് വരെയല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാ വെറുതെ ഓട്ടോ വിളിക്കുന്നത്, നമുക്ക് നടന്ന് പോകാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ഓട്ടോയ്ക്കകത്ത് നിന്ന് ഇറങ്ങിയതും കാണുന്നത് നമ്മുടെ രേവതിനെയാണ് കേട്ടോ. രേവതിക്ക് അങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷം. ഇവരെ കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് രേവതി ഓടി ചെന്നിട്ട്, അയ്യോ ഇതാരാ ഇത് എന്നൊക്കെ പറഞ്ഞ് അടുത്ത് ചെന്നപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ ചോദിച്ചു, അല്ല മോളെന്താ ഇവിടെ? ഞാനെന്താ ഇവിടെ എന്നോ? എൻ്റെ നാട്ടിൽ വന്നിട്ട് ഞാനെന്താ ഇവിടെ എന്നോ? ഞാനല്ലേ ഇത് അങ്ങോട്ടേക്ക് ചോദിക്കേണ്ടത്. അല്ല നിങ്ങളെന്താ ഇവിടെ? അല്ല നിങ്ങൾ ഇവിടെ വന്നത് എന്തിനാ എന്നൊക്കെ ഇങ്ങനെ തിരക്കിയപ്പോഴത്തേക്കും, മോളെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ എൻ്റെ മോളുടെ വീട് ഇവിടെയാണെന്ന്? മോള് ഇവിടെയാണ് ജോലിയൊക്കെ ചെയ്യുന്നത്. അപ്പം മോളെ കാണാൻ വേണ്ടി വന്നതാ. ഓഹോ ആണല്ലേ, എങ്കിൽ പിന്നെ പറ്റിയ സമയത്താണ് വന്നിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വരുന്നുണ്ടോ എൻ്റെ വീട്ടിലേക്ക്? മോളുടെ വീട്ടിലേക്കോ? അയ്യോ ഇല്ല മോളെ, അതെ ഇന്ന് എനിക്കൊരു ചടങ്ങ് നടക്കുന്നുണ്ട്. അതും ഒരു പ്രത്യേക ചടങ്ങ് തന്നെയാണ്. അതിന് വന്ന് പങ്കെടുത്ത് എന്നെ അനുഗ്രഹിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും, എന്ത് ചടങ്ങാ മോക്ക് നടക്കുന്നത്? അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. ഏതായാലും നിങ്ങൾ വരാൻ പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറഞ്ഞു, ഹേയ് ഇല്ല മോളെ, ഞാൻ വരുന്നില്ല, ഞാൻ പോവാ, എനിക്ക് സമയമില്ല, ഇനിയിപ്പം അങ്ങ് നാട് വരെ ചെല്ലണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആദ്യ പറഞ്ഞു, ഇല്ല എനിക്ക് ആൻറ്റിയുടെ കൂടെ പോകണം, എനിക്ക് ആൻറ്റിയുടെ വീട് കാണണം, അതുപോലെ സച്ചിയേട്ടനെ കാണണം, എനിക്ക് എല്ലാവരെയും കാണണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, ദേ കണ്ടില്ലേ അവൻ വഴക്കുണ്ടാക്കുന്നത്, എന്തോ ഇവനോട് എനിക്കൊരു പ്രത്യേക സ്നേഹമാണ്, ഇവൻ കാരണമാണല്ലോ അന്ന് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മയും പറഞ്ഞു, അതെ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ചെറിയ ബന്ധമുണ്ട്. അല്ലെങ്കിൽ പിന്നെ അന്ന് ആക്സിഡൻറ്റ് നടക്കാൻ നേരത്തും മോള് അവൻ്റെ അടുത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ മോളന്ന് കുളത്തിൽ വീണപ്പോഴും ഇവൻ മോളുടെ അടുത്തുണ്ടായിരുന്നു. എന്തോ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു കണക്റ്റ് ആയിട്ടുള്ള ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് രേവതിയും പറഞ്ഞു, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കും, ഇവനെ കാണണം, ഇവനെ വിളിക്കണം എന്നൊക്കെ. പക്ഷേ അന്ന് പോകുന്നപ്പോൾ എനിക്ക് ഫോൺ നമ്പർ കിട്ടിയില്ലായിരുന്നല്ലോ. ഏതായാലും ഇനി വന്നിട്ട് പോകുമ്പോൾ ഫോൺ നമ്പർ തന്നിട്ട് പോകണം. ഏതായാലും പ്ലീസ് ബാ, നമുക്ക് വീട് വരെ ഒന്ന് പോകാം, ഒന്ന് വന്നേ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു, എങ്കിൽ പിന്നെ മോള് നിർബന്ധിക്കുന്നതല്ലേ, എങ്കിൽ പിന്നെ വരാമെന്നും പറഞ്ഞ് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ശ്രുതിയും ആ വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത്. അങ്ങനെ ശ്രുതി ആ വീട്ടിലേക്ക് ചെന്നു. നമ്മുടെ ചന്ദ്ര അവിടെ ഉണ്ടായിരുന്നു. ചന്ദ്ര ശ്രുതിനെ കണ്ട ഉടനെ തന്നെ സ്നേഹത്തോടു കൂടി വാരി പുണർന്ന് എന്താ പറയുക, ദേ ഇതാണ് എൻ്റെ മരുമകൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. ഭയങ്കര സന്തോഷം. പെട്ടെന്ന് ശ്രുതിയുടെ റൂമിലേക്ക് പോയിട്ട്, ശ്രുതി മോനെ വാതിൽ തുറക്കടാ, ഇതാരാടാ വന്നേക്കുന്നതെന്ന് നോക്കടാ എന്നൊക്കെ പറയുക. അപ്പോൾ പെട്ടെന്നാണ് അച്ചമ്മ വരുന്നത്. അച്ചമ്മ വന്നിട്ട്, അല്ല ഈ പെൺകുട്ടി ഏതാന്ന് ചോദിച്ചപ്പം, അയ്യോ ഈ പെൺകുട്ടിയെ നമ്മുടെ ശ്രുതിയുടെ പെണ്ണ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ അച്ചമ്മ ആട്ടിമുടി വരെ ഒന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ആയിക്കോട്ടെ ശ്രുതിയുടെ അമ്മയും അതുപോലെ കുട്ടിയും കൂടെ വന്നു കഴിഞ്ഞിരുന്നു. അങ്ങനെ ശ്രുതിയുടെ അമ്മയും കുട്ടിയും വന്നു. ആ വീട്ടിലുള്ളവരെല്ലാം ക്ഷണിച്ച് നമ്മുടെ രേവതിയുടെ മുറിക്കകത്തേക്ക് കൊണ്ടുപോയി. ചന്ദ്രയ്ക്കൊന്നും വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇവരെ കണ്ടിട്ട്. ഇവരെ കണ്ടപ്പോൾ തന്നെ ചന്ദ്ര എന്തോ പോലെയാണ് നിൽക്കുന്നത്, സംസാരിക്കുന്നൊന്നുമില്ല. പക്ഷെ അച്ചമ്മ ഉള്ളത് കൊണ്ട് തന്നെ
ശ്രുതിയുടെ അമ്മേനെയും അതുപോലെ ആദീനെയൊക്കെ അകത്തേക്ക് ക്ഷണിച്ചു. അങ്ങനെ രേവതിയുടെ റൂമിലേക്ക് കൊണ്ടുപോയി അവർ ഇരുത്തി. നിങ്ങളിവിടെ ഇരുന്നോളാൻ പറഞ്ഞ് ഇരുത്തി കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ശ്രുതി വരുന്നത്. അങ്ങനെ ശ്രുതി വന്നതും അച്ചമ്മ ഇങ്ങനെ അടിമുടി ഇങ്ങനെ നോക്കിയിട്ട് ഇതാണോ ശ്രുതിയുടെ പെണ്ണ് എന്നിങ്ങനെ ചോദിച്ചപ്പം എന്താ കുഴപ്പം? ഇവള് പൂക്കാരിയല്ല കേട്ടോ, ഇവള് ബ്യൂട്ടി പാർലർ സ്വന്തമായിട്ട് നടത്തുക. അതിൻ്റെ ഒരു ചന്തം എൻ്റെ മരുമോളുടെ മുഖത്തില്ലേ, നോക്ക്, രണ്ടുപേരും എന്തൊരു ചേർച്ചയാണെന്ന് നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു, അതിപ്പോഴൊന്നും പറയാറായില്ലല്ലോ. പുറമേ കാണുമ്പോഴുള്ള ചേർച്ചയൊന്നുമല്ല, ഇവരുടെ മനസ്സ് ചേരണം, അത് വിവാഹം കഴിഞ്ഞല്ലേ അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പം അത് വിവാഹം കഴിഞ്ഞല്ല, വിവാഹം കഴിയാതെ എനിക്കറിയാം ഇവർ രണ്ടുപേരും അത്രയ്ക്ക് സ്നേഹത്തിലാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വേറൊരു മരുമകൾ വന്നിട്ടുണ്ട്. മരുമകളും എൻ്റെ ഈ മരുമകളും തമ്മിൽ എന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് അറിയാമോ? ഇവളെ കണ്ടു കഴിഞ്ഞാൽ മഹാലക്ഷ്മീനെ പോലെ ഇല്ലേന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അച്ചമ്മയ്ക്ക് കാലി വന്നിട്ട്, നീ എന്താടി പറഞ്ഞത്? ഇവിടുത്തെ മരുമകള് നിൻ്റെ മരുമകള്, നീ ഇപ്പം തന്നെ രണ്ടിനെ രണ്ടായിട്ടല്ലേ കാണുന്നത്? നോക്കടി, എൻ്റെ രേവതിയുടെ മുഖത്തേക്ക് നീ ഒന്ന് നോക്ക്, അവളുടെ മുഖം കണ്ടോടി, എന്തുമാത്രം ഐശ്വര്യത്തെ മുഖമാണ്, മേക്കപ്പ് ഒന്നും ചെയ്യണ്ട, ഒരു പൗഡർ പോലും ഇടണ്ട, അല്ലാതെ തന്നെ എന്ത് രസമാണ് കാണാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം പറയട്ടെ, ഈ പറയുന്ന ശ്രുതിനെ കണ്ടിട്ട് ഒന്ന് പ്രസവിച്ച പോലെ എനിക്ക് തോന്നുന്നത്, ശരീരമൊക്കെ ഏതാണ്ട് ഉടഞ്ഞ് എന്നിങ്ങനെ പറയുകയും നമ്മുടെ ശ്രുതി ഒരു ഒറ്റ ഞെട്ടുമായിരുന്നു. പെട്ടെന്ന് ശ്രുതി പേടിച്ചു പോയിട്ടോ. കാരണം അറിയാലോ, നമ്മുടെ ശ്രുതി ഒന്ന് പ്രസവിച്ചാണെന്ന് ശ്രുതിക്കറിയാം. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഈ അച്ചമ്മയ്ക്കത് കണ്ടപ്പം തോന്നിയില്ലോ എന്ന് ഓർത്ത് തന്നെ നമ്മുടെ ശ്രുതിയുടെ ചങ്കിൽ ഒരു ഇടുത്തി വീണ പോലെ ആയിപ്പോയിട്ടോ. ഏതായാലും അപ്പോഴത്തേക്കും തന്നെ ചന്ദ്ര പറഞ്ഞു, പിന്നെ നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? എൻ്റെ മോളെ കാണാൻ നല്ല ഐശ്വര്യം തന്നെയാന്ന് പറഞ്ഞപ്പം നല്ല ഐശ്വര്യം തന്നെയാണ്, മോളിങ്ങ് വാന്ന് പറഞ്ഞ് നമ്മുടെ അച്ചമ്മ ശ്രുതിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ, ഇവളുടെ അഹങ്കാരത്തിന് ഇതൊക്കെ പറയണം, എന്നാലേ ഇവളുടെ വായടയത്തുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഏതായാലും ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെട്ട മരുമകളല്ലേ, നീ ഏതായാലും നല്ല സുന്ദരി കുട്ടി തന്നെയാട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഈ അച്ചമ്മേനെ ചുമ്മാ മോള് ഇപ്പോഴേ ദേഷ്യത്തോടെ നോക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇല്ല അച്ചമ്മേ, സാരമില്ല, എനിക്കറിയാം വെറുതെ പറഞ്ഞതാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. ഏതായാലും ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് ശ്രുതിനെ കൂട്ടിക്കൊണ്ട് അങ്ങ് പോയിട്ടോ. എങ്ങോട്ടേക്ക്? ശ്രുതിയുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി. ഇതിനിടയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നായിരുന്നു. നമ്മുടെ ശ്രുതിയുടെ അമ്മ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. കുളത്തിൽ വീണതും സച്ചി രക്ഷിച്ചതും അതുപോലെ ആക്സിഡൻ്റ് ഉണ്ടായതും ഒക്കെ ഇങ്ങനെ വാതോരാതെ സംസാരിച്ചിട്ട് നമ്മുടെ രേവതിനെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നുണ്ടായിരുന്നു. ചന്ദ്രയ്ക്ക് അത് ഒട്ടും പിടിച്ചില്ല കേട്ടോ. ഇതിനിടയിൽ വേറെ 3 പേര് വരുന്നുണ്ട്. അത് നമ്മുടെ രേവതിയുടെ അമ്മയും അനിയത്തിയും അനിയനുമാണ്. അങ്ങനെ ഇവർ വന്ന് കഴിയുമ്പോഴത്തേക്കും ഒത്തിരി ഫ്രൂട്ട്സും മുല്ലപ്പൂ ഒക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങോട്ട് കാലിൽ നിന്ന് പെരുത്ത് കയറുക. അങ്ങനെ ചന്ദ്ര ഫ്രൂട്ട്സും മുല്ലപ്പൂ ഒക്കെ കണ്ടിട്ട് ഈ മുല്ലപ്പൂ ബാക്കി വന്നതായിരിക്കും അല്ലേ, പൈസ കൊടുത്ത് മേടിച്ചതല്ലായിരിക്കും. പിന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യം പറയുകയും വേണ്ട, എവിടെയെങ്കിലും ഫുട്പാത്തിൽ നിന്ന് ഈച്ച പറ്റിയതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ നീ മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അച്ചമ്മയ്ക്ക് ഇത് കണ്ടപ്പോൾ ദേഷ്യം വന്നു. അച്ചമ്മ പറഞ്ഞു, ചന്ദ്രേ നിനക്ക് എന്താ സൂക്കേടാ ചന്ദ്രേന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാനൊന്നും പറയുന്നില്ലേ, ഞാൻ പറയാനുള്ളതങ്ങ് പറഞ്ഞതേ ഉള്ളൂ, ഇനി നിങ്ങളുടെ പാടായി, എന്ത് വേണമെങ്കിലും ആയിക്കോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഏതായാലും വലിയ വിഷമത്തോടു കൂടി തന്നെയാണ് നമ്മുടെ രേവതി ആ ഒരു സമയം നിന്നത്. പ്രതികരിച്ചൊന്നുമില്ല, ഒത്തിരി പ്രതികരിക്കാനൊന്നും പോയില്ല. പ്രതികരിച്ചിട്ട് കാര്യമില്ലെന്ന് നമ്മുടെ രേവതിക്ക് അറിയാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് രേവതി പ്രതികരിക്കാത്തത്. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിനെ പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ ശ്രുതിനെ രേവതിയുടെ അമ്മ ഇങ്ങനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മോൾക്ക് അച്ഛനില്ലല്ലേ, എന്നോട് പറഞ്ഞു, രേവതി എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോളുടെ അമ്മയ്ക്ക് എന്താ പറ്റിയത്, എന്താ മോളുടെ അമ്മയ്ക്ക് പ്രശ്നം ഉണ്ടായത്, മരിച്ചുപോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അച്ഛനില്ലെന്ന് പറഞ്ഞില്ല, അച്ഛനുണ്ടായിട്ടും അച്ഛനുമായിട്ട് പ്രശ്നത്തിലാണല്ലേ, അമ്മയ്ക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ ആശുപത്രിയിലായിരുന്നു, ആശുപത്രി കിടന്ന അസുഖം കൂടി മരിച്ചതാന്നൊക്കെ പറയുക. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനസാക്ഷി ഇല്ലാതെയാണ് നമ്മുടെ ശ്രുതി സംസാരിക്കുന്നത്. അവിടെ തന്നെ ശ്രുതിയുടെ അമ്മയും മകനും ഉള്ള കാര്യം നമ്മുടെ ശ്രുതിക്ക് അറിയില്ല. ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ രേവതി റൂമിനകത്തേക്ക് കയറി പോയിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യുക, മോന് വിശക്കുന്നില്ലേ, എന്തെങ്കിലും എടുത്തോണ്ട് കൊടുക്കുക, അടുക്കളയിൽ സ്പൂണുണ്ട്, പായസം കുറച്ചെടുത്തിട്ട് പറഞ്ഞു, ഈ പായസം ഉണ്ട്, പായസത്തിന് കുടിക്കാൻ സ്പൂണുണ്ട്, സ്പൂണ് എടുത്തിച്ചിട്ട് കോരി കൊടുക്കാൻ പറഞ്ഞു കൊച്ചിന്. അങ്ങനെ കുഞ്ഞിനെ കോരി കൊടുത്തിട്ട് അതിനുശേഷം നമ്മുടെ ശ്രുതിയുടെ അമ്മ അത് കൊണ്ടുവയ്ക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങി. ഇപ്പോൾ ഇതേ സമയത്ത് തന്നെയാണ് പായസം കുടിക്കാൻ വേണ്ടി സ്പൂൺ എടുക്കാൻ നമ്മുടെ ശ്രുതി വരുന്നത്.
ഏതായാലും ശ്രുതി വന്നു, പക്ഷെ കണ്ടില്ല എന്ന മട്ടിലാണ് കേട്ടോ, കാണുന്നൊന്നുമില്ല. ഏതായാലും കണ്ടുമുട്ടുമോ ഇനി നമ്മുടെ ശ്രുതി, കാണുമോ? ഏതായാലും കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആ ഒരു ഭാഗങ്ങളൊക്കെയാണ്, ഇത്രയും ഭാഗങ്ങളൊക്കെ കാണിച്ചാണ് നാളത്തെ അത് തന്നെ നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. നാളെ ഏതായാലും ആ ഒരു താലിമാറ്റൽ ചടങ്ങ് ഉണ്ടാവില്ല. അതിനോടൊപ്പം തന്നെ നമ്മുടെ സച്ചി വരുന്നുണ്ട് കേട്ടോ. സച്ചി കറക്റ്റ് സമയത്ത് തന്നെ വരുന്നുണ്ട്. അപ്പം നാളെ ഇനിയിപ്പം താലിമാറ്റൽ ചടങ്ങില്ല, മറ്റന്നാളായിരിക്കും ഈ താലിമാറ്റൽ ചടങ്ങ് ഉണ്ടാകുന്നത്. കുറേ പേരിങ്ങനെ ചോദിക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അത് കാണാനെന്ന്. ഞാൻ പറഞ്ഞല്ലോ 2-3 ദിവസം നമുക്കത് കാത്തിരിക്കണം. കുറച്ച് നീണ്ടങ്ങ് പോകും. അറിയാലോ നമ്മുടെ കഥയുടെയൊക്കെ കാര്യങ്ങൾ. ഇങ്ങനെയുള്ള കുറേ എപ്പിസോഡുകൾ ഇങ്ങനെ നീട്ടി വിടാറാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. നാളെ ഇല്ല, മറ്റന്നാൾ കാണിക്കുമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു രാത്രിയൊക്കെ നേരുന്നു, നല്ലൊരു ശുഭരാത്രിയൊക്കെ നേരുന്നു. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ.